ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സും മുട്ടയും കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് കണ്ടു നോക്കാം. അതിനു വേണ്ടി ഞാൻ അര ബൗള് ഓട്സാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരണം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാവേ. പൊടിച്ചെടുത്തുകൊണ്ട് വന്ന ഓട്സ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാവേ. നല്ലതായിട്ട് പൗഡറായിട്ട് പൊടിയണ്ട, ഇച്ചിരി തരിതരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് അതിലേക്ക് പാല് ആവശ്യത്തിന് ഒഴിച്ച് ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കാവേ. ഒരു അര ഗ്ലാസ് പാലാണ് ഒഴിച്ചേക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ഓട്സൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് ഇളക്കി കുതിരാൻ വെക്കാവേ. ഈ സമയത്ത് നമുക്കിതിനൊരു വെജിറ്റബിൾ എല്ലാം തയ്യാറാക്കാവേ. വേണ്ടി നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാവേ. ഒരു ബൗളിൽ നമുക്ക് ഒരല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒരു ശകലം കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് ഓരോരുത്തരിട്ടോണേ. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ, മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതിനകത്ത് നമുക്ക് ഈ മുട്ടയും കുരുമുളക് പൊടി ഉപ്പുപൊടി ഇട്ടതിനകത്തോട്ട് നമുക്ക് സബോള ഒരു ചെറിയ പകുതി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി അതിട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി കരിയാപ്പില അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. മല്ലിയില ഉള്ളവർ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. എന്തൊക്കെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരിയാപ്പിലയാണ് ഇട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. ഉപ്പ് ആവശ്യത്തിന് ഇട്ടോണേ നോക്കിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എരിവ് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടാവേ. ഞാനിവിടെ എല്ലാം ആദ്യം ഇട്ടതേ ഉള്ളേ. ഇനി ഇതിലേക്ക് നമുക്ക് 5 മിനിറ്റ് കുതിർത്തി വെച്ച ഓട്സും പാലും കൂടെ ഇല്ലേ, അത് ഇതിലോട്ട് ചേർക്കാവേ. നമ്മുടെ ഓട്സും പാലും എല്ലാം കുതിർന്നിട്ടുണ്ട് 5 മിനിറ്റ് ആയപ്പോഴേ. ഇത് നമുക്ക് വെജിറ്റബിളും മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യണേ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് പിന്നെ നമുക്ക് ഓട്സ് പാലിലൊക്കെ ഇട്ട് കാച്ചി കുടിക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓംലെറ്റ് പോലൊക്കെ ഉണ്ടാക്കി കഴിക്കണേ. ഇത് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. നമ്മളൊരു താവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ശകലം എണ്ണ നമുക്ക് തൂത്ത് കൊടുക്കാവേ. എണ്ണയോ നെയ്യോ എന്തെങ്കിലും. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നിരത്തി കൊടുക്കണേ ആ തവി കൊണ്ട്, അല്ലെങ്കിൽ ഇത് എല്ലായിടത്തും കൂടി നിൽക്കുവേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വേകാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കാവേ. ചെറിയ തീയിലേ കൊടുക്കാവുള്ളേ. ഇത് നമുക്കിപ്പം വെന്ത് കാണാൻ നമുക്കൊന്ന് നോക്കാവേ, തുറന്ന് നോക്കാവേ. ഇത് ഇളകിയൊക്കെ വരുന്നുണ്ടേ. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാവേ. കണ്ടോ, ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വേണ്ട, ഇത് എടുക്കാവേ. കണ്ടോ, ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണേ. അടുത്തത് നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് ഇതൊന്ന് നല്ല ഇങ്ങനെ നിരത്തി കൊടുക്കണം. കാരണം ഈ വെജിറ്റബിളൊക്കെ അങ്ങ് കൂടി നിൽക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കണേ, ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വേകാനായിട്ട്. ഓട്സും മുട്ടയും കൊണ്ടുള്ള ഓംലേറ്റ് ആണെന്ന് പറയത്തില്ല, മുട്ട ഓംലേറ്റ് ആണെന്നേ തോന്നത്തുള്ളേ. മുട്ടയും ഓട്സും വെജിറ്റബിളും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ഈ ഓംലേറ്റ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. പിന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലതാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇന്നത്തെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും.